നമസ്കാരം പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? നമസ്കാരത്തിൽ എവിടെയാണ് ശാന്തിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? നമസ്കാരത്തിൽ ശാന്തിയെ കുറിച്ച് പറഞ്ഞായിട്ട് കേട്ടിട്ടേ ഇല്ല അല്ലേ? ഇന്ന തങ്ങൾ സ്ഥലത്തി തുടങ്ങുന്ന ആ ഭാഗത്താണ്. ഇന്ന സ്വലാത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന സ്വലാത്തി വനുസുക്കിയോ മുമാത്തി ഇല്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയാണ് ശാന്തി പറഞ്ഞിരിക്കുന്നത്. അല്ല, ആണോന്ന് ചോദിച്ചത്. ആണെന്ന് അത്തഹിയാത്തുൽ ചോദിക്കാൻ അത് നിർബന്ധ സംഭവമല്ല. അല്ലല്ല, സോറി, അല്ല, അത്തഹിയാത്തു തശഹുദിലാണെന്ന് തോന്നുന്നു. ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അസ്സലാമു അലൈക്കും അയ്യുഹൻ, അസ്സലാമു അതായത് അലൈക്കും നബിക്കല്ലേ കൊടുക്കുന്നത് അസ്സലാമു സമാധാനം? അലൈന അലൈന അസ്സലാമു അലൈന, വഅലാ അപ്പൊ ഇബാദി എല്ലാവർക്കും ഉണ്ടാകട്ടെ. സമാധാനമാണ്. ആ സമാധാനമല്ല ഈ ശാന്തി എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ ശേഖ് പറയും തങ്ങൾ. നമസ്കാരത്തിൽ ശാന്തിയെ കുറിച്ച് എവിടെ പറഞ്ഞിരിക്കുന്നത്? താങ്കളുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓർമ്മയുണ്ടോ? ഏഹ് നമസ്കാരത്തിന്റെ 14-ാമത്തെ ഫർള് എന്താ? തർത്തീബ്. തർത്തീബ്. ആ, അടങ്ങൾ എന്താണ്? തർത്തീബ് അത് കൂടാതെ വേറൊരാൾ എന്താ പറഞ്ഞല്ലോ? ആണോ? അടങ്ങൽ എന്ന് പറഞ്ഞു. അനക്കം ആ, അടങ്ങല്. അനക്കമടങ്ങൽ. അത് 9-ാമത്തെ. അനക്കമടങ്ങൽ, അതാണ് ശാന്തി. അതാണ് ശാന്തി. അതുകൊണ്ടാണ് എല്ലാവരും ഓം ശാന്തി എന്ന് പറയുന്നത്. ഓം എന്ന് പറഞ്ഞാൽ തൗഹീദാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എനിവേ, അപ്പൊ നമസ്കാരം ശരിയാണെങ്കിൽ ശാന്തി ആകണം. ഓരോ ആക്ഷനും അവിടെ ചെന്നിട്ട് നിശ്ചലമാകണം. അപ്പോൾ ടോട്ടലി നിശ്ചലമാകണം, ചലനം നിൽക്കണം. അതിനാണ് ശാന്തി എന്ന് പറയുന്നത്. ശരി. അപ്പോ ഇവിടെ എന്താണ്? കാന ഇൻസാനു അജ്വലാവ. അടുത്തത് മാക്കാന ഇബ്രാഹിം യഹൂദിയൻ. അപ്പൊ കാന ഉപയോഗിച്ച് പോസിറ്റീവായിട്ടും പറയും, നെഗറ്റീവായിട്ടും പറയും. അത് നമ്മൾ ശ്രദ്ധിച്ചോ. കാന ഉപയോഗിച്ച് പോസിറ്റീവായിട്ടും പറയും, നെഗറ്റീവായിട്ടും പറയും. ഇപ്പൊ കാന ഇബ്രാഹിം യഹൂദിയ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അപ്പൊ മാ കാന, അപ്പൊ എന്താണ്? മാക്കാന ആയിരുന്നില്ല. അപ്പൊ ആരായിരുന്നില്ല എന്നാണ് പറയുന്നത്? ഇബ്രാഹിം നബി ആയിരുന്നില്ല. എന്തായിരുന്നില്ല? യഹൂദിയനായിരുന്നു. അപ്പൊ ആരെ കുറിച്ച് പറയുന്നു? അതിന് നേരത്തെ പറഞ്ഞതുപോലെ ലമ്മത്തും, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിന് പത്തത്തും കൊടുക്കണം. അപ്പൊ ഇവിടെ 4-ാമത്തെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഇതിനാണ്. 3 ഉദാഹരണങ്ങളും കാന, നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ കാന ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ മാക്കാന, അപ്പൊ ആയിരുന്നില്ല. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. മാക്കാന ആയിരുന്നില്ല. പിന്നെ കാന അമ്രുല്ലാഹി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാനയ്ക്ക് ആയിരുന്നു എന്നുള്ള അർത്ഥം അവിടെ കൊടുക്കാതിരുന്നെന്ന് പറഞ്ഞാൽ അള്ളയെ കുറിച്ച് പറയുമ്പോൾ ആകുന്നു എന്ന് മാത്രമേ പറയാവൂ. അത് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അന്നായിരുന്നു, ഇപ്പോൾ എന്താണ് എന്ന് ചോദ്യം വരും. അപ്പൊ അവിടെയൊക്കെ എന്താണ്? ആകുന്നു എന്നാണ് അർത്ഥം. മാക്കാന ഇബ്രാഹിമു, ഇബ്രാഹിം ആയിരുന്നില്ല. അപ്പൊ എന്താണ്? കാന ഉപയോഗിച്ച് നെഗറ്റീവായിട്ടും പറയും. യഹൂദിയൻ, യഹൂദി ആയിരുന്നില്ല, ജൂതനായിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു? അദ്ദേഹം നിഷ്കളങ്കനായ മുസ്ലിമായിരുന്നു. കാനൻ നാസു ഉമ്മത്തൻ, കാനൻ നാസു ഉമ്മത്തൻ. അതാണ് നമ്മൾ ഇവിടുത്തെ സെന്റൻസ്. അന്നാസു ഉമ്മത്തുൻ എന്നതാണ് സെനൻസ്. നാമവാക്യം എന്ന് പറയുന്നത് അന്നാസു ഉമ്മത്തുൻ, മനുഷ്യന്മാർ ഒരു സമുദായമാണ്. അപ്പൊ കാന ഉപയോഗിച്ച് പറഞ്ഞു കാനന്നാസു, ജനങ്ങൾ ആയിരുന്നു. എന്തായിരുന്നു? ഉമ്മത്തൻ, ഒറ്റ സമുദായമായിരുന്നു. ഉമ്മത്തൻ, സമുദായമായിരുന്നു. എങ്ങനെയുള്ള ഉമ്മത്തായിരുന്നു? വാഹിദത്തൻ. അപ്പൊ വാഹിദത്തിന് നേരത്തെ പറഞ്ഞപ്പോ നമ്മള് അള്ളാഹു ഖാൻ അള്ളാഹു അലീമൻ ഹക്കീമാന്ന് പറഞ്ഞു. അപ്പൊ അലീമിന് കൊടുത്ത അതേ അടയാളം ഹക്കീമിനും കൊടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞ അലീം എന്നത് ഒരു കാര്യം പറഞ്ഞതാണ്. പിന്നെ ഹക്കീം എന്ന് രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞപ്പോ അവിടെ വാ ഇല്ലാതെ തന്നെ നേരത്തെ പറഞ്ഞതിന്റെ അതേ അടയാളം അതിന് കൊടുത്തു. പക്ഷെ ഇവിടെയോ കാനന്നാസ് ഉമ്മത്തൻ വാഹിദത്തൻ എന്ന് പറഞ്ഞെടുത്ത് എന്താണ്? ഉമ്മത്തിന്റെ വിശേഷണമാണ് വാഹിദ്. ഉമ്മത്ത് എന്ന് പറഞ്ഞതാണ്
അന്നാസ് ഉമ്മത്തൻ എന്നതാണ് സെനൻസ്. അപ്പൊ എങ്ങനെയുള്ള ഉമ്മത്തായിരുന്നു? വാഹിദത്തൻ, ഏകമായ. അപ്പൊ അതെന്താണ്? നമ്മൾ സെനൻസ് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അടയാളം നോക്കാനും. അപ്പൊ ഉമ്മത്തൻ എന്ന് ഇവിടെ എന്താണ്? ഉമ്മത്തൻ എന്നതിന്റെ വിശേഷണമാണ് വാഹിദത്തൻ. അതുകൊണ്ട് ഉമ്മത്തൻ എന്നതിന്റെ എല്ലാ അടയാളങ്ങളും അതിനും ശക്തമാണ്. അത് സ്ത്രീലിംഗമാണ്. ഉമ്മത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് വാഹിദത്തൻ എന്ന സ്ത്രീലിംഗം വന്നു. ഉമ്മത്ത് ഏകവചനമായതുകൊണ്ട് വാഹിദത്തൻ എന്നുള്ള ഏകവചനം. ഉമ്മത്ത് അല്ലില്ലാത്തതായതുകൊണ്ട് വാഹിദത്തൻ എന്ന് പറഞ്ഞാൽ അല്ലില്ലാത്തതായിട്ട്. ഉമ്മത്തിന് ഫത്തഹായതുകൊണ്ട് വാഹിദത്തിന് ഫത്തഹായി. അതാണ്. അപ്പൊ ആ നിയമവും കൂടി ബാധകമാണ്. ഇവിടെ ആ നിയമമാണ് അതിൽ ബാധകമാകുന്നത്. ഉമ്മത്തിന് ഫത്തഹ വരാൻ കാരണം കാനിയുടെ സെക്കൻഡ് പാർട്ടായി. 5, ചില സന്ദർഭങ്ങളിലെങ്കിലും ദീർഘമായ സെന്റൻസ് വരും. ദീർഘമായ സെന്റൻസ് വരുമ്പോൾ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ആദ്യം ചിന്തിച്ചു വെക്കണം. എന്നിട്ട് ദീർഘമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനമായിരിക്കും കാനയുടെ സെക്കൻഡ് പാർട്ട് വരും, എന്തായിരുന്നു എന്നത്. ഇവിടെ കുറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞതാ. സൂറത്തു തൗബയില് നമ്മൾ കൊടുത്തിട്ടുണ്ട്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. അങ്ങനെ ആയത്ത് ദീർഘമായ ആയതാണ്. അപ്പൊ പറയുന്നത് എൻ കാന ഉപയോഗിച്ച് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആബാഉക്കുമിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ എല്ലാത്തിനും എന്ത് ചെയ്തു? വാ ഉപയോഗിച്ച് വാ കൊണ്ട് ആബാനോടൊപ്പം ബന്ധപ്പെടുത്തി. അപ്പൊ പിന്നെ കാനയുടെ നിയമം, ഫസ്റ്റ് നിയമം ബാധകമാകുന്ന ആബാഇനാണ്. സെക്കൻഡ് നിയമം എവിടെ വരുന്നത്? അഹബ്ബയിലാണ് വരുന്നത്. കാരണം അതിനിടയ്ക്കെല്ലാം വായാണ്. അബാഉക്കും നിങ്ങളുടെ പിതാക്കൾ, അബിനാക്കും നിങ്ങളുടെ മക്കളും, യഹ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരും, അസ്വാജിക്കും നിങ്ങളുടെ ജീവിത പങ്കാളികളും, അഷീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കളും, അമ്മാലുനെ ഖുതറഫ്തുമൂഹ നിങ്ങൾ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തും, വിചാരത്തും തക്ഷവന കസാദഹ മാന്യം സംഭവിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടവും, മസാക്കിനെ തെർമോനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയങ്കരമായ ഭവനങ്ങളും, ഇതെല്ലാം ആബാഇനോട് ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് അതിനെല്ലാം റമ്മത്ത് വന്നത്. ആബാഇന് റമ്മത്ത് വരാൻ കാരണം കാനയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ബാക്കിയുള്ളതിന് റമ്മത്ത് വരാൻ കാരണം റമ്മത്തുള്ളതിനോട് ബന്ധപ്പെടുത്തുന്നു. പിന്നെ കാനയുടെ സെക്കൻഡ് പാർട്ട് എവിടെ കിടക്കുകയാണ്? ഹബ്ബ. അപ്പോ നമ്മൾ ചിന്തിക്കണം, ഇവരെല്ലാം ആണെങ്കിൽ എന്താണെങ്കിൽ ഹബ്ബാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹ് നല്ല ശിക്ഷ നടപ്പാക്കുന്നവരെ കാത്തിരിക്കുകയെന്നോ. നമുക്ക് പ്രിയപ്പെട്ട എന്തായിരിക്കണം? അള്ളയും റസൂലുമായിരിക്കണം പ്രിയപ്പെട്ടത്. അപ്പോ കാന ഉപയോഗിച്ച് കാനയുടെ ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിനെ കുറച്ച് അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അത് ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം, 5ാമത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ഒരു ഡൗട്ട്. അപ്പൊ ഈ പറഞ്ഞോ. അഹബ്ബ എന്നുള്ളത് ഫേലല്ലേ? അഹബ്ബ എന്നുള്ളത് ഫേലല്ല കേട്ടോ. അല്ല. അഹബ്ബ, അലമു എന്നൊക്കെ ഉള്ള വാക്ക് ചിലപ്പം ഫേലായിട്ടും നാമമായിട്ടും വരും. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ കാന ആദ്യം വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് പാർട്ടും നൗൺ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ നൗണിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്താണ്? അഹബ്ബു എന്നതാണ് നാമം. ഹബ്ബു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെ അഹബ്ബ എന്ന ഫെയില് മാറിയല്ല, അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന് കാനയുടെ കാരണമായി ഫത്തഹത്ത് വന്നപ്പോഴാണ് അഹബ്ബ എന്നത്. അപ്പൊ അഹബ്ബു എന്നതിന് അഹബ്ബി വരൂല കേട്ടോ. അപ്പൊ ജെർ സ്വീകരിക്കാത്ത ഒരു
സൂപ്പർലേറ്റീവ് കെസ് വരില്ലല്ലോ, ഓക്കെ. സൂപ്പർലേറ്റീവ് കെസ് വരും, ഒരു വമ്മ ഉണ്ടാവും. അപ്പൊ അഹബു അതിനാണ് കാനയുടെ വന്നത് കാരണമായിട്ട് കാനയുടെ സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് എന്താണ് 10 അപ്പൊ നമ്മൾ അതുപോലെ നോക്കണം, നമ്മൾ കാന പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ നാമമാണ് വരേണ്ടത്. ആ, അപ്പൊ ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല അവിടെ അഹബ എന്നുള്ള ക്രിയയാണോ ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ പണ്ട് വരെ ഈ ആയത്ത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ പ്രസംഗിക്കാൻ പോയാൽ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹാണ് ഇഷ്ടപ്പെടേണ്ടത്, ബാക്കി കാര്യങ്ങളെല്ലാം ഇതാണെന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവമായി ചിന്തിച്ചിട്ടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ വക്കാനല്ലാഹു ഗഫൂർ റഹീമ എന്നുള്ളിടത്ത് ആദ്യം അള്ളാഹു എന്നുള്ളത് കാനയുടെ ഇസ്മ, അത് കഴിഞ്ഞിട്ട് ഖബർ എന്നല്ലേ പറയാ ഈ അതെ, ഗഫൂർ എന്നുള്ളത്. യെസ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഖബർ. ഖബർ കാന അതിന്റെ ഈ റഹീമ എന്നുള്ളത് എന്തായിട്ട് വരും? അതാണ് ഞാൻ പറഞ്ഞത്. ഗഫൂറൻ എന്ന് പറഞ്ഞിട്ട് റഹീമൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഗഫൂറിന്റെ വിശേഷണമല്ല റഹീമൻ. നേരത്തെ അല്ല. അലീമൻ ഹക്കീമൻ എന്ന് പറഞ്ഞതുപോലെ അലീമൻ എന്നത് കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഹക്കീമൻ. അപ്പൊ ആ രണ്ട് വേർഡ്സ് തമ്മിൽ കണക്ഷൻ ഒന്നും ഇല്ല. ആ രണ്ട് വേർഡ്സും തമ്മിൽ കണക്ഷൻ ഇല്ല. അങ്ങനെ ചില പ്രയോഗങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഖുറാനിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും കൂടിയാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് അതുകൂടി നമുക്ക് മനസ്സിലാക്കാം. ചില സ്ഥലങ്ങളിൽ വാ ഇല്ലാതെ തന്നെ ഒരു കാര്യം കൂടി പറയും. ഞാൻ വിചാരിച്ചു അവിടെ ഗഫൂറാണ് റഹീമുമാണ്. അത് ഞകത്തും മന്നൂത്താണെന്ന് വിചാരിച്ചു വെറുതെ. അല്ല, അങ്ങനല്ല. അല്ല, അത് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ആ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് ഒരു വിശേഷണം പറയുകയാണോ, അങ്ങനെ പറയൽ പ്രസക്തമാണോ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അർത്ഥം മനസ്സിലാക്കണം. അപ്പൊ ഗഫൂർ എന്ന് പറഞ്ഞ എങ്ങനെയുള്ള ഗഫൂറാണ്? റഹീമായ ഗഫൂർ എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. അത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, അതായത് നമ്മൾ റീഡ് മോർ ലിസൺ മോർ ആണ് എല്ലാ ലാംഗ്വേജും പഠിക്കാനുള്ള ഒരു ഉപാധി. അപ്പൊ അതിൽ വരുന്ന നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും, വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. ഗഫൂറൻ എന്നതിന് അലീമൻ എന്നതിന് ഹക്കീം എന്നൊരു വിശേഷം കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അതേസമയം ഉമ്മത്തൻ എന്നതിന് വിശേഷണം കൊടുക്കണം. എങ്ങനെയുള്ളതായ ഉമ്മത്ത്? വാഹിദത്തായ ഉമ്മത്ത്. അതൊന്ന്. രണ്ടാമത് ഉമ്മത്ത് പോലെ അല്ല വാഹിദത്ത്. അതേസമയം ഗഫൂർ പോലെയാണ് റഹീം. ഗഫൂർ എന്നത് അള്ളാന്റെ ഒരു വിശേഷണമാണ്, സിഫത്താണ്, അല്ലെ? അസ്മാൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അതേപോലെ റഹീം എന്ന് പറയുന്നത് അള്ളാന്റെ ഒരു സിഫത്താണ്, എന്താണ്, അള്ളാന്റെ നാമങ്ങളിൽപ്പെട്ടതാണ്, അല്ലെ? അലീം എന്ന് പറയുമ്പം അത് അള്ളാന്റെ ഒരു നാമത്തിൽപ്പെട്ടതാണ്. ഹക്കീം എന്ന് പറയുമ്പോഴും അതാണ്. അത് തത്തുല്യമായ ഒരു കാര്യം കൂടിയാണത്. ഇത് വായിക്കാൻ മനസ്സിലാവും. അലീം പോലെ ഉള്ള എന്ന് പറഞ്ഞാൽ അലീമിന്റെ അതേ ഗുണമെന്നല്ലേ പറഞ്ഞു. അലീം എന്ത് സ്ഥാനത്താണോ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഇതേ സ്ഥാനത്തുള്ളതാണ് ഹക്കീമും. അള്ളാഹിന്റെ വിശേഷണമാണ്, ഇസ്മായിൽ ഹുസ്നയിൽപ്പെട്ടതാണ്. അപ്പൊ അതേപോലെയാണ് ഹക്കീമും ഗഫൂറും റഹീമും അതേപോലെയാണ്. ഓക്കെ, വയ്യാക്കും വയ്യാക്കി. അപ്പോ നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ, അതിന്റെ ഉദാഹരണം, കൂടുതൽ ഉദാഹരണമാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. മക്കാന ഇബ്രാഹിം യഹൂദിയൻ എന്ന് പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് വേറെയും പല സ്ഥലങ്ങളിലും ഇത് കാണാൻ പറ്റും. മക്കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫത്തൻ. അപ്പൊ ഇവിടെ മക്കാന ഇബ്രാഹിം യഹൂദിയൻ അവിടെ പറഞ്ഞെടുത്ത് എന്താണ്? കാന ഉപയോഗിച്ച് നെഗറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം എന്നത് കാനയുടെ ഇസ്മാണ്, യഹൂദി എന്നത് കാനയുടെ ഖബറാണ്. അതേസമയം ഇവിടെ മാക്കാനൽ ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, മാക്കാനൽ മുഅ്മിനൂന നെഗറ്റീവാണ്. അതേപോലെ കാനയുടെ ഇസ്മായിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കണം? ലമ്മത്ത് കൊടുക്കണം. അത് ലമ്മത്തല്ലെങ്കിൽ, അഥവാ റഫ് ലമ്മത്തിന്റെ രൂപത്തിലല്ലെങ്കിൽ മൂനയുടെ രൂപത്തിലാണല്ലോ വരിക. അതിന്റെ ഉദാഹരണമാണ് മാക്കാനൽ മുഅ്മിനൂന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഖുർആൻ പരിശോധിക്കുമ്പോൾ മാക്കാനൽ മുഅ്മിനൂന എന്ന് പറഞ്ഞിട്ട് ഊനയുള്ള ഒന്നാം ഭാഗവും പിന്നെ ഫത്തഹത്തുള്ള രണ്ടാം ഭാഗം കിട്ടിയിട്ടില്ല.
ഞാൻ കുറെ സെർച്ച് ചെയ്തായിരുന്നു. ഊനയുള്ള രണ്ടാം ഭാഗവും ഫത്തഹത്തുള്ള അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ട് ഈനയുള്ള രണ്ടാം ഭാഗവും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് മാക്കാനൽ മുഅ്മിനൂന അവിടെ ഒന്നാം ഭാഗത്തിന് ലമ്മത്തിന് പകരം മൂന വന്നു. രണ്ടാം ഭാഗം എങ്ങനെ വന്നു? ലിയംഫിറു കാഫത്തൻ എന്ന്. എൻഫിറു എന്നത് എന്താണ്? ഫേലാണോ ഇസ്മാണോ ഹർഫാണോ? ലിയൻഫിറു ഫേലാണ്. ലി ഇല്ലെങ്കിൽ എൻഫിറൂന എന്നാണ് വരിക. അപ്പൊ എന്താണ്? ഫേല് ഉള്ള ഒരു ജുംലയാണ് അതിന്റെ സെക്കൻഡ് പാർട്ട്. കാനയുടെ സെക്കൻഡ് പാർട്ട് ഒരു ജുംലയാണ്. ജുംല ഫഅലിയ ജുംല ഫേലിയാണ്. ജുംല ഫേലിയ. അപ്പൊ പിന്നെ നമ്മൾ കാനയുമായി ബന്ധപ്പെട്ട് വേറെ നിയമമൊന്നും അവിടെ നോക്കാനില്ല. കാനയുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നും നോക്കാനില്ല. ജുംല ഫേലിയ ഒന്നുകൂടി പിന്നെ ജുംല ഫേലിയയുടെ നിയമമാണ് അത് വരുന്നത്. ഓക്കെ, കാനയുമായി ബന്ധപ്പെട്ട് അവിടെ പറയാനില്ല. അതേപോലെ ഇവിടെ രണ്ടാമത്തെ ഉദാഹരണത്തില്, ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഉദാഹരണത്തില് കാന അക്സറുഹും മുശ്രിക്കീൻ. അപ്പോ കാനയുടെ ഇസ്മിന് ലമ്മത്ത് കൊടുത്തു, അക്സറു ലമ്മത്ത് കൊടുത്തു. ഹും എന്താണ്? അതുമായിട്ട് ഇളാഫത്ത് ചെയ്തതാണ്, അവര് അധിക പേരും. അപ്പൊ കാനയുടെ ഇസ്മ എന്ന് പറയുന്നത് അക്സറുമാണ്, അതിൽ നിന്ന് ലമ്മത്ത് കൊടുത്തു. അതിനുമാറ്റിലേക്ക് ഇളാഫത്ത് ചെയ്ത കാര്യം വേറെ. നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹുടെ എന്തോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ചോദ്യം മനസ്സിലായില്ല. അമ്രുല്ലാഹി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്രനെ അള്ളാഹ് എന്ന വാക്കിലേക്ക് ഇളാഫത്ത് ചെയ്ത. അപ്പൊ അത് നമ്മൾ കാനയുമായിട്ട് ബന്ധപ്പെടുത്താൻ അവിടെ പ്രസക്തമാണ്. അതേപോലെ ഇവിടെ കാന അക്സറുഹും എന്ന് പറഞ്ഞിടത്ത് അക്സറിനെ ഹുമ്മിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ കാനയുമായി ബന്ധപ്പെട്ട് അവിടെ പ്രസക്തമൊന്നുമില്ല. ഹുമ്മിന് അക്സറിന് കാന കാരണമായിട്ട് നമ്മത്ത് വന്നു. പിന്നെ കാനയുടെ സെക്കൻഡ് പാർട്ടിൽ എന്ത് വന്നു? ഈന വന്നു. ഫത്തഹത്തിന് പകരം ഈന വന്നു. അപ്പൊ കാന അക്സറുഹും മുശ്രിക്കീന, അവരിൽ അധിക പേരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ഭൂരിപക്ഷം മുസ്ലിങ്ങളാകുമെന്ന്. ഒരിക്കലും എന്നല്ല, ഭൂരിപക്ഷം പലപ്പോഴും എന്തായിരിക്കും? വിവരമില്ലാത്തവരായിരിക്കും. ഖുർആൻ വായിച്ചിട്ട് കിട്ടിയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ? അക്സറുഹും ലാ യഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധി ഉപയോഗിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അല്ലെ? അക്സറുന്നാസ് ലാ യഅലമൂൻ, അധിക ജനങ്ങളും അറിവില്ലാത്തവരാണ്. അല്ലെ? ഖുർആൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇങ്ങനെ ഇത്രയൊക്കെ ആയിട്ടും അള്ളാഹ് എന്തുകൊണ്ട് ഭൂരിപക്ഷത്തെ മുസ്ലിം ആക്കുന്നു? അങ്ങനെയാണ് ജനങ്ങളുടെ കൺസെപ്റ്റ്. നമ്മൾ ഖുർആൻ പഠിപ്പിക്കാൻ പോകുമ്പോഴും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ടോ? നിങ്ങൾ ഖുർആൻ പഠിക്കാൻ പറഞ്ഞ് വിളിച്ചു നോക്ക്. നമ്മൾ എളുപ്പത്തിൽ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി വരും. അപ്പൊ ഭൂരിപക്ഷവും ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. ഒരു ന്യൂനപക്ഷമായിരിക്കും എപ്പോഴും എന്താണ് നിഷ്കളങ്കരായ ആൾക്കാരായിട്ട് ഉണ്ടാവുക. എപ്പോഴും പലപ്പോഴും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി. ഓക്കെ, കാന അക്സറുഹും. അപ്പൊ ഇവിടെ എന്താണ്? മാക്കാനാണ് ഇവിടെ. മൂന്നാമത്തെ ഉദാഹരണത്തിൽ മാക്കാനാണ്, നെഗറ്റീവാണ്. അല്ല, രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു തരുന്നില്ല. കാന അക്സറുഹും മുശ്രിക്കീൻ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക പേരും മുശ്രിക്കുകളായിരുന്നു. അപ്പൊ അക്സറിന് ലമ്മത്ത് കൊടുത്തു, മുശ്രിക്കീനേല് ഈന വന്നു. മൂന്നാമത്തെ ഉദാഹരണം വന്നപ്പോ കാന അക്സറുഹും മിനീൻ. അപ്പൊ എന്തായി? നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, എന്താ പറയാ, വേറൊരു രീതിയിലുള്ള വ്യാഖ്യാനമാണ്. ഖുർആൻ തന്നെയാണ്, വേറെ രീതിയിലുള്ള പദപ്രയോഗമാണ്. നേരത്തെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞത് കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ അധിക പേരും വിശ്വാസികളായിരുന്നു. ഇവിടെ പറയുന്നത് മാക്കാന അക്സറുഹും, അവരിലെ ബഹുഭൂരിപക്ഷവും എന്തായിരുന്നില്ല? വിശ്വാസികളായിരുന്നില്ല. അപ്പൊ കാനയുടെ ഫസ്റ്റ് പാർട്ട് അക്സറു ആണ്, അതിന് ലമ്മത്ത് കൊടുത്തു. സെക്കൻഡ് പാർട്ട് മുഅ്മിനീനാണ്, അതിന് ഈന കൊണ്ട് ഫത്തഹത്ത് കൊടുത്തു, അല്ലെങ്കിൽ നസ്ബ് ചെയ്തു. കാന അക്സറുഹും മുഅ്മിനീൻ.
അതേപോലെ ഇന്നഹു കാന തവ്വാബ. നാലാമത്തെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഇന്നഹു കാന തവ്വാബ. ചില സമയത്ത് കാനയുടെ ഫസ്റ്റ് പാർട്ടിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. ഇന്നഹു എന്ന് പറഞ്ഞിട്ട് ഇന്നഹു തീർച്ചയായും അവൻ കാന തവ്വാബ. കാന കാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ കാനയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കാനയുടെ അകത്ത് നോക്കണം. അപ്പൊ കാനയുടെ അകത്തുള്ള ഹുവയാണ് കാനയുടെ ഫസ്റ്റ് പാർട്ട്. അപ്പൊ കാനയുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് കണ്ടില്ലെങ്കിൽ കാനയുടെ അകത്തുള്ള ഹുവയെ നോക്കണം. നഹു കാന തവ്വാബ. അപ്പൊ ഇന്നഹു കാന എന്ന് പറഞ്ഞാൽ അവൻ ആണ് കേട്ടോ. അള്ളാഹെ കുറിച്ച് പറയുന്നുണ്ട്, ആയിരുന്നു എന്ന് പറയില്ല, അവൻ ആണ്. അപ്പം ഇന്നഹു ഹുവയെ കുറിച്ചാണ് പറയുന്നത്. അവൻ എന്താണെന്ന് പറയുന്നു? തവ്വാബാണെന്ന് പറയും. തവ്വാബിന്റെ അർത്ഥം എന്താണ്? സ്വീകരിക്കുന്നവൻ. തവ്വാബിന് രണ്ടർത്ഥമുണ്ട്. പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർത്ഥമുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവനും എന്നും അർത്ഥമുണ്ട്. ഇവിടെ സ്വീകരിക്കലാണ്. ഇവിടെ അള്ളാഹെ കുറിച്ച് പറയുന്നുണ്ട്, പശ്ചാത്താപം സ്വീകരിക്കുന്നു. മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞാൽ തവ്വാബ് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട്, ഏറെ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. അപ്പൊ ഇവിടെ കാനയുടെ അകത്തുള്ള ഹുവയാണ് ഫസ്റ്റ് പാർട്ട്. അതിന്റെ അടയാളം നോക്കേണ്ട, അകത്തുള്ള ആകുമ്പോ പിന്നീട് അടയാളം നോക്കേണ്ട കാര്യമില്ല. തവ്വാബൻ എന്നത് നസ്ബ് ചെയ്യപ്പെട്ട് പ്രത്യക്ഷത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഫുത്തിഹത്ത്. ഇപ്പൊ ഇവിടെ ഇന്നഹു കാന എന്ന് പറഞ്ഞപ്പോ കാന എന്താണ്? മസ്കുലിനാണ്. ഹുവയാണ് അതിനകത്തുള്ള സർവനാമം. ഇവിടെ എന്ന് പറഞ്ഞു? സൂറത്തിൽ നബ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഫുത്തിഹത്തി സമാഉ, ആകാശം തുറക്കപ്പെട്ടു. സമാ സ്ത്രീലിംഗമായതുകൊണ്ട് ഫുത്തിഹത്ത് എന്ന് പറഞ്ഞു. ഫുത്തിഹത്ത് സമാഉ ചേർത്ത് വായിക്കുമ്പോൾ ഫുത്തിഹത്ത് അത് ആയിത്തീർന്നു. കാനത്ത് അത് ആയിത്തീർന്നു. അപ്പൊ കാനത്തിലുള്ള ഇതെന്തായിത്തീർന്നു? അബുവാബൻ, വാതായനങ്ങളായി തീർന്നു, കവാടങ്ങളായി തീർന്നു, അനേകം കവാടങ്ങളായി തീർന്നു. അപ്പോ കാനത്ത് എടുത്തത് എന്താണ്? കാനത്തിന്റെ അകത്ത് എന്തുണ്ട്? ഹിയയുണ്ട്. ആ ഹിയയാണ് കാനയുടെ ഇസം. അതിന്റെ ഖബറ് വെളിയിലുള്ള തവ്വാബാണ്. അതുകൊണ്ട് തവ്വാബിന്റെ അബുവാബാണ് അവിടെയാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്തു? നസ്ബ് ചെയ്തു, അബുവാബ്. ഓക്കെ. അപ്പോ കാനയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? കാനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? കാന ഒരു ജുംല ഇസ്മയിലേക്കാണ് കയറുന്നത്, അല്ലാതെ ജുംല ഫെയിലേക്ക് വരില്ലല്ലോ. ഫെയിലിയയിലേക്ക് വരുമോ കാന? ഇല്ലല്ലോ. അപ്പൊ കാന വരുമ്പോ കാന ജുംല ഫെയിലിയായിട്ടല്ല കാന വരുന്നതിനെ പരിഗണിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു, കാന വന്നാൽ കാനയുടെ ഇസ്മ എവിടെ, കാനയുടെ ഖബർ എവിടെ എന്നതാണ് മാത്രമാണ് ഡിസ്കഷൻ. ജുംല ഫെയിലിയ എന്നല്ല പറയുക. ഞാൻ അങ്ങനല്ല ചോദിച്ചേ. കാന എന്ന ആ ഒരു ഫെയില് ജുംല ഇസ്മയിലേക്കല്ലേ വരികയാണ് ആദ്യം? അതെ, ജുംല ഇസ്മയിലാണ് വരിക. അല്ല ഫെയിലിയായിട്ട് ജുംല ഫെയിലയിലേക്ക് വരില്ലല്ലോ. ജുംല ഫെയിലിയായിട്ട് പരിഗണിക്കൂല, അതാണ് പറഞ്ഞത്. അതായത് കാന എന്നത് ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ടൂളാണ്. ഇന്ന പോലെയുള്ള ഒരു സംഭവമാണ് കാന. കാന എന്താണ്? ഇന്ന പോലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് കാന വന്നത് കൊണ്ട് അത് ജുംല ഫെയിലിയ എന്ന് പറയില്ല. കാന വന്നാൽ മനസ്സിലാക്കേണ്ടത് അത് ജുംല ഇസ്മിയ ആണെന്നാണ്. ജുംല ഇസ്മിയ എന്നാണ്. കാരണം കാന ജുംല ഇസ്മിയിലാണ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാന വരുമ്പോൾ കാനയുടെ നമ്മൾ കാനയും വന്നു, കാനത്തും വന്നു, അല്ലേ? കാനയും കാനത്തും മാത്രമേ ഇവിടെ വന്നുള്ളൂ. കാനയുടെ രൂപഭേദങ്ങളൊക്കെയും വരും. കാനയുടെ രൂപഭേദങ്ങളൊക്കെയും വരും.
എന്ന് പറഞ്ഞാൽ കാന കാനു എന്നൊക്കെ വരുമല്ലോ. കാന കാനു കുന്ത കുന്തും കുന്തി കുന്ന യക്കൂൻ യക്കൂന തക്കൂന തക്കൂന അക്കൂൻ നക്കൂൻ, കാനയുടെ എല്ലാ രൂപങ്ങളും വരും. ഫത്തഹിലെ 15-ാമത്തെ ആയത്ത് ബൽ കാനു ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. അപ്പം ആ ആ കാനൂന് എന്റെ ഇസ്മു ഖാന എന്ന് പറഞ്ഞ അതിന്റെ ഉള്ളിലുള്ള ആ ഹുമ്മാണ് അല്ലെ? ഹോമാണ്. ആ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, അത് അപ്പൊ എന്തായി? ജുംല ഫിഅലിയ ഖബർ കാന. ഓക്കെ. അപ്പൊ ജുംല ഫെയിലിയാണ് അതിന്റെ ഖബർ ആയതുകൊണ്ട് കാനയുമായി ബന്ധപ്പെട്ട് അതിനെ വിശദീകരിക്കേണ്ടതില്ല. പിന്നെ ജുംല ഫെയിലിയയുടെ കാര്യങ്ങളാണ്. ഗ്രാമറുകാർ വേറെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. നമ്മളെ ഗ്രാമറല്ല പഠിക്കും, നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഗ്രാമർ പഠിക്കുന്നതാണ്. ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കുകയല്ല, നമ്മള് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഗ്രാമർ പഠിക്കുന്നുണ്ട്. കാന വന്നു കഴിഞ്ഞാൽ കാനയുടെ സെക്കൻഡ് പാർട്ട് ജുംല ഫീല ആയി കഴിഞ്ഞാൽ ആ ജുംല ഫീലയുടെ നിയമം വേറെ പറയാം. കാനയുമായി ബന്ധപ്പെട്ടൊന്നും അവിടെ നോക്കേണ്ടതില്ല. ഗ്രാമറിന് വേണ്ടി ഗ്രാമർ പഠിക്കുന്നവര് അവിടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അതെന്താണ് തലയിൽ കിടന്ന് എന്ത് ചെയ്യും, സർപ്പം മാന്തുന്ന പോലെ ഇരിക്കും. നമ്മളെ കാണാത്തൊരു സർപ്പം നമ്മളെ തലച്ചോറിനകത്ത് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന പോലെ. അങ്ങനെ ഗ്രാമർ പഠിക്കാൻ പോയാൽ സംഭവിക്കുക. ഇപ്പൊ കാനയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പൊ കാനയുടെ രൂപഭേദങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഇപ്പൊ ഇത് മോദി ആയതാണ് കാനു ബൽ കാനു ലായഫ്തഹൂന ഇല്ലാ ഖലീല. ഇല്ലാ അല്ലേ? ഖലീല. അപ്പം എന്താണ് കാന വരുന്നിടത്ത് ഞാൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കി, ഇതിന്റെ ഉദാഹരണങ്ങൾ എടുക്കാൻ വേണ്ടിയൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോ കാനയുടെ രൂപഭേദങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ രൂപഭേദങ്ങൾ വന്നിരിക്കുന്നിടത്തെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് അതങ്ങ് സോഫ്റ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അത് കാനയുമായിട്ട് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിലാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത രീതിയിലാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോഴാണ് ഞാൻ വലം ലജ്ജ അല്ലഹു ഒഴിവജ ബിലിസാൻ അറബിയും മുബീൻ. അറബി എപ്പോഴും എന്തല്ല, മുബീനല്ല. അറബി സാഹിത്യകാരൻ പറഞ്ഞല്ലേ, അറബി ഒരാള് ഒരു കവി എഴുതി കൊടുത്തിട്ട് എന്നാ പറയുന്നത്, ഒരു കവിയെ കൊലപാതകൻ, കവിയെ എന്ത് ചെയ്തു, കൊള്ളക്കാർ പിടിച്ച് കവിയെ കൊല്ലാൻ പോയി. കവിയെ കൊല്ലാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് അവസാനം ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൊള്ളക്കാരി ചോദിച്ചു എന്താണ് നിങ്ങളെ അവസാന ആഗ്രഹം? അപ്പൊ ഞാനൊരു കത്ത് തരാം, ഈ കത്ത് എന്റെ മക്കൾ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മക്കൾ എവിടെയാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ അയാൾ കത്ത് എഴുതി കൊടുത്ത് മക്കള് വായിച്ചു നോക്കിയാണ്. ഉമ്രുൽ കൈസല്. എന്താ ആയിക്കോട്ടെ, ഏത് ഇമ്രുൽ കൈസാണോ കൈസാണെങ്കിൽ കവിത എഴുതി കൊടുത്തു വിട്ടു. അപ്പൊ പെൺകുട്ടികൾ വായിച്ചെന്നാ പറയുന്നത്. കഥയാണ് കേട്ടോ, കഥയിൽ യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ ചരിത്രത്തിൽ പറയപ്പെട്ടിരുന്നുണ്ട്. എന്തായിരുന്നാലും ഇവര് വായിച്ചു നോക്കിയിട്ട് കത്തല്ല എഴുതിയിരിക്കുന്നത്. ഇവര് വായിച്ചു നോക്കി, എന്താണ് ഓപ്പൺ കത്താണ്. കാരണം ഇതിനകത്ത് വേറെ എന്തെങ്കിലും സംഭവം നമ്മളെ തകർക്കുന്ന എല്ലാം ഉണ്ടോ എന്നുള്ള അറിയണമല്ലോ. അത് നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഇബനത്തെ ഇമ്രുൽ കൈസി ഇന്ന അബാക്കുമ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇബനത്തെ ഇമ്രുൽ കൈസി ഇന്ന അബാക്കുമ. ഇത്രേ ഉള്ളോ? ശരി, അത് മക്കൾക്ക് കൊടുക്കുന്ന പറയുന്നത്. പെൺമക്കൾക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു ഇമ്രുൽ കൈസി, നിങ്ങൾ കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അവര് ബാക്കി അവരെ തന്നെ പൂരിപ്പിച്ചെന്നാ പറയുന്നത്. കത്തീലിന് പൈനുള്ള കാത്തിലാണ് ലതയ്ക്കുമാന്ന് മാത്രമേ വരുള്ളൂ. അങ്ങനെയാണ് അവര് സങ്കല്പിച്ചത്. കാരണം വാപ്പ ഇങ്ങനെ കത്ത് കൊടുത്തതിനുള്ള കാരണം എന്താ? അപ്പൊ കത്ത് കൊടുത്തേക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവണല്ലോ. അപ്പൊ സംഭവം എന്തെങ്കിലും നിഗൂഢമായിരിക്കും. അങ്ങനെ വന്നവർ തട്ടിക്കളഞ്ഞെന്നാ പറയുന്നത് പെൺകുട്ടികൾ. കാരണം അവർ പൂരിപ്പിച്ചു കത്തിയലിന് പൈനുള്ള കാത്തിന്. അപ്പം കവിത അല്ല അറബി ഭാഷയിൽ നിഗൂഢമായ സംഗതികളൊക്കെ ഉണ്ടാകും. മറ്റേ ഇത് പറയാ ചിന്തിച്ച് കണ്ടുപിടിക്കാൻ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഖുർആൻ എന്താ, ബിലിസാനിൻ അറബിയും മുബീൻ. എങ്ങനെയുള്ള അറബിയിലാണ് വന്നിരിക്കുന്നത്? സുവ്യക്തമായ അറബിയില. ഖുർആന്റെ അറബിയിൽ എന്തില്ല, കോംപ്ലിക്കേഷനോ അങ്ങനെയുള്ള ഭാഗ്യമായ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ. ബിലിസാനിൻ അറബിയും മുബീൻ. പിന്നെ പറഞ്ഞില്ല അല്ലക്കും താക്കലൂൻ അല്ലക്കും അല്ലഹും യത്തഖൂൻ. അവർ തഖ്വ പാലിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അറബിയിൽ ഇറക്കിയിരിക്കുന്നത്. അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അറബിയിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായില്ല, കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കും? കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ തഖ്വ ഉണ്ടാവും? അപ്പൊ അതുകൊണ്ട് അവരെ ബിലിസാനിൻ അറബിയും മുബീൻ, സ്ഫുടമായ അറബി ഭാഷയിലാണ് ഇറക്കിയത്.
പല രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാ ഇത് ഇത് ഗ്രാമർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഫുള്ള് സെർച്ച് ചെയ്തു, കംപ്ലീറ്റ് സെർച്ച് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മളുടെ, അതായത് നമ്മൾ ഒന്നും വേണ്ട, മൈക്രോസോഫ്റ്റ് വേർഡ് മാത്രം മതി, ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആയത്തിലും ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ വേണ്ട? കാന വേണ്ട. കാന എവിടെയൊക്കെ വന്നിരിക്കുന്നു നോക്കണമെങ്കിൽ എല്ലാം സെക്കൻഡ് കൊണ്ട് കാന എവിടെയൊക്കെ വന്നിരിക്കുന്നത് കാണും. എവിടെയൊക്കെ പോയപ്പോൾ ഈ എക്കൂനു തക്കൂനു അതുപോലുള്ള സംഭവങ്ങളിലൊന്നും നമുക്ക് ഇതേപോലുള്ള ഉദാഹരണങ്ങളൊന്നും കണ്ടെത്താൻ പറ്റില്ല. ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ അത് വന്നിട്ട് എന്തായും യക്കൂന് വന്നിട്ട് അതിന്റെ ഇസ്മ ഉണ്ടാവും, പിന്നെ ഖബറുമായി ബന്ധപ്പെട്ട് എന്തായും ജുംല ഫീലിയായി. അപ്പൊ വേറെ നിയമമായി, പിന്നെ അതിന്റെ ഖബറൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പൊ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഇതുപോലുള്ള സംഗതികളൊക്കെ ഉള്ളൂ. കാനയുടെ ഇസ്മും ഖബറും ആയിട്ട് വരുന്നതൊക്കെ എന്താണ്? ഇസ്മിന്റെ നിയമം, ഖബറിന്റെ നിയമം ഒക്കെ നമ്മൾ പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ്. ആ കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടയാളവും ബാക്കി കാര്യങ്ങളൊക്കെ സുവ്യക്തമായിട്ട് നമുക്ക് കാണാം, നമുക്ക് മനസ്സിലാവും. പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എവിടെ കാനയുടെ എവിടെയെങ്കിലും വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാതെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഉദാഹരണം പറയും, നിങ്ങൾ കണ്ടുപിടിക്കുക എവിടെയെങ്കിലും മനസ്സിലാകാത്ത കാനയോ അതിന്റെ കാനയുടെ സഹോദരിമാരെ വന്നിട്ട് എന്തെങ്കിലും മനസ്സിലാകാതെ വരുന്നു. കാന വന്നതുകൊണ്ട് കാനയെ കൊണ്ടൊരു ശല്യമായി, കാന വാഹവാത്ത കുറെ കാനയുണ്ട് കേട്ടോ, കാനയുടെ സഹോദരിമാർ കുറെ എഴുതാൻ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഇത് നിങ്ങളെ കൺഫേം ആക്കി ഉറപ്പിച്ച് വെക്കുക. ഇന്നയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാനയുടെ സംഭവം നിങ്ങൾ കാനയെ കുറിച്ച് കംപ്ലീറ്റ് വായിക്കുക, പഠിക്കുക. കാന എവിടെയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഖുർആൻ ഓരോ ലക്ഷ്യത്തിന് വേണ്ടി വായിക്കണം. ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യം ഓരോ ലക്ഷ്യം വെച്ച് വായിച്ചാൽ അതിൽ നമുക്ക് എന്തൊക്കെയോ പുതുമയുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തോന്നും ഓരോ പ്രാവശ്യം ഖുർആൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിഷയം വെച്ചുകൊണ്ട് വായിക്കും. ഈ കാര്യം ഖുർആനിൽ എനിക്ക് കണ്ടെത്തണം. കാനയുടെ രൂപഭേദങ്ങൾ കണ്ടെത്തണമെന്ന് വിചാരിച്ചു. കാന എന്ന വാക്കല്ലാതെ കാനു കുന്തും അങ്ങനെ ഉള്ള കാനയുടെ മറ്റ് രൂപങ്ങളൊക്കെ ഉണ്ട്. ആ രൂപഭേദങ്ങളൊക്കെ ഇപ്പൊ കാനയും കാനത്തും വന്നു, അത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാകാതെ ഉണ്ടോ എന്ന്, ഇസ്മ ഏതാണ്, എന്റെ ഖബർ ഏതാണ്, എന്തെങ്കിലും നമുക്ക് കാണാതെ ഉണ്ടോ. ജുംല ഫീലിയ അതിന്റെ രണ്ടാം ഭാഗമായിട്ട് വന്നാൽ പിന്നെ വേറെ വിഷയം മാറി, നമുക്കത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയുള്ള വേറെ വിഷയമൊന്നുമില്ല. അതുപോലെ ജുംല ഫീലിയ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ ചാറ്റ് GPT എടുത്ത് ചോദിച്ചാലും മതി. എവിടെ നോക്കിയാലും കാനയുടെ രൂപഭേദങ്ങൾ ഇതെല്ലാം വായിച്ചു വന്നിരിക്കുന്നു. ഞാൻ പണ്ട് മൈക്രോസോഫ്റ്റ് വേർഡിലെ എക്സ്പെർട്ട് ആയതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇതിന്റെ സ്റ്റഡി നടത്തിയത്. അതായത് ആദ്യം മുതൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ഖുറാനെ കുറിച്ച് തുടക്കം മുതൽ സ്റ്റഡി കംപ്ലീറ്റ് നടത്തിയിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് വെച്ചിട്ടാണ്. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ. ആദ്യം വേർഡ് എടുത്തിട്ട് ഒറ്റ കമാൻഡ് കൊടുക്കും, എല്ലാം വാക്കും താഴോട്ട് വിടാം, എല്ലാ വാക്കും താഴോട്ട് വിടാൻ പറയും. എന്നിട്ട് അതെല്ലാം കോപ്പി ചെയ്തിട്ട് എക്സൽ ഇടും. ഇപ്പൊ എന്തായി? എല്ലാ പേരും താഴ്ന്നത്. പിന്നെ അതിന് വാ ചേർന്നു ഫാ ചേർന്നു, അപ്പുറത്ത് വേറെ വാക്ക് ചേർന്നു, ഇപ്പുറത്ത് വേറെ വാക്കും, എല്ലാം ഫുള്ള് ഞാൻ കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം ഇപ്പം കണ്ടെത്താൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് കാന എവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കാനയുടെ ഇസ്മ അടയാളം എന്തുണ്ട്, ഖബറിന് എന്ത് അടയാളമുണ്ട് നോക്കുമ്പോൾ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും കാണാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ കാനയെ കുറിച്ച്? അപ്പൊ ഇതോടുകൂടി വേറൊരു ലെവലായി നമ്മൾ. അതായത് നമ്മള് ഗ്രാമർ പഠിക്കുന്ന ഓരോ ലെവലുണ്ടല്ലോ. ബേസിക് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാമർ പഠിക്കുന്നത്. ശരിക്കും ഇതുപോലുള്ള ഗ്രാമർ പഠിക്കുന്നത്. ബേസിക്കലി നമ്മള് വർഗത്തെ നിഷേധിക്കുന്നില്ല പഠിച്ചു, ഇലാഫത്ത് പഠിച്ചു, വിശേഷണം നേരത്തെ മന്നത്ത് പഠിച്ചു, ഹുറൂഫുൽ ജർ സമാനിയ 8 ഹുറൂഫുൽ ജർ പഠിച്ചു ബേസിക്കലി. അത് കഴിഞ്ഞിട്ട് ബേസിക് കഴിഞ്ഞെന്താ സിൽവറിൽ 6
ജുംല ജുംലത്തിൽ ഫെയിലിയ അവിടെയാണ് ക്രിയാവാക്യം പഠിച്ചത്. അതിന്റെ അടയാളങ്ങളൊക്കെ പഠിച്ചു. ഫായിലും മഫ്ഊൽ ബിഹിയൊക്കെ പഠിച്ചു. പിന്നെ ലാസിം മുതഅദ്ദി കർമ്മം സബ്ജക്ട് കർമ്മമുള്ളതും കർമ്മം ഇല്ലാത്തതുമായ ക്രിയകൾ പഠിച്ചു. ജമ്മു മുദക്കർ സാലിമിന്റെ അടയാളം പഠിച്ചു സിൽവറിൽ. എല്ലാം നിങ്ങൾ ഇപ്പം വന്നപ്പോ ഇത് സിൽവറിൽ ഉള്ളതാണ് നമ്മൾ പഠിച്ചു തീർന്നു. അത് കഴിഞ്ഞിട്ട് ഗോൾഡന്റെ അണ്ടറിൽ വരുന്നതാണ് ഇറാബ് ജമ്മുൽ മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിമിന്റെ ആത്തുള്ള മുസ്ലിമാത്ത് മുഅ്മിനാത്ത് പോലുള്ള നാമങ്ങളുടെ അടയാളങ്ങൾ പഠിച്ചു. പിന്നീട് ഹുറൂഫുൽ ജർറ് സലാസ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച മൂന്നെന്ത് ജറിന്റെ ഹർഫുകളായ വഹത്താക്ക. പിന്നെ ബാദ് കലിമാത്തിലെത്തി ഏറ്റി ബാദഹ മുളാഫ് ഇലൈഹി മജ്റൂറൻ ദാഇമൻ. എപ്പോഴും മുളാഫ് ഇലൈഹി ആയിട്ട് വരുന്ന വാക്കുകൾ പഠിച്ചു. അതാരും പറഞ്ഞില്ല, നിങ്ങൾ പഠിച്ചില്ലേ? എപ്പോഴും കസ്ര ചെയ്യപ്പെട്ട് മാത്രമേ വരുള്ളൂ. ബാദ, അതേപോലെ അമാമ, വറ, അളവ്, തൂക്കം പറയുന്നതൊക്കെ പറഞ്ഞല്ലോ. തോത്, സ്ഥാനം പറയുന്നതെല്ലാം അതിനുശേഷം കസ്രായിരിക്കും എന്ന് പറഞ്ഞു. പുല്ല്, ബാല് പറഞ്ഞില്ലേ? അപ്പൊ അതെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പിന്നീട് ഗോൾഡൻ കഴിഞ്ഞിട്ട് ഡയമണ്ട്, ജുംല ഇസ്മിയ വ അമൽ ഹർഫെ ഇന്ന വ അന്ന വ അമൽ കാന. അപ്പൊ ജുംല ഇസ്മിയ നന്നായിട്ട് പഠിച്ചു. നാമവാക്യം നന്നായിട്ട് പഠിച്ചില്ല, അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു? നാമവാക്യം നന്നായിട്ട് പഠിച്ചു. പിന്നെ ഹർഫെ ഇന്ന വ അന്ന, ഇന്നയും അന്നയും ആകുന്ന 2 ഹർഫുകൾ അത് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. പിന്നെ ഇന്ന് അമൽ കാനയുടെ ആക്ടിവിറ്റിയും പഠിച്ചു. അതുപോലെ ഡയമണ്ട് കഴിഞ്ഞു. ഗോൾഡൻ ഡയമണ്ട് കഴിഞ്ഞ പിന്നെ എന്തായി? പ്ലാറ്റിനം. അതാണ് പ്ലാറ്റിനം ലെവൽ. ഈ പ്ലാറ്റിനത്തിന്റെയും ഫൈനലിന്റെയും സംഭവം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ ജഗപകയായിട്ട് പഠിക്കുകയല്ലേ വേണ്ടത്. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സ്ലോ ആൻഡ് സ്റ്റഡി ലേണിംഗ് ആണ്. പഠനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷ വരുത്താൻ പാടില്ല. എല്ലാ ദിവസവും പഠിക്കണം, പക്ഷേ ബൾക്കായിട്ട് ഒന്നിച്ച് പഠിക്കരുത്. ചില ആൾക്കാർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഓക്കെ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ അതും ഇതും കൂടെ ഒരുമിച്ച് പഠിക്കാം എന്ന് വിചാരിക്കും. അത് നടക്കില്ല. അത് പഠനത്തിന്റെ രീതിയല്ല. ഒരാഴ്ചത്തത് ഒരാഴ്ച പഠിക്കും. ഓരോ ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ് അബ്സെന്റ് ആണെങ്കിൽ ആ ക്ലാസ്സിലുള്ളത് അതിനുശേഷം വീഡിയോ കേട്ട് പഠിക്കുക. അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്താലും രണ്ടാമത് വീഡിയോ കേട്ട് ഉറപ്പുവരുത്തി പഠിക്കുക. അതാണ് സ്ലോ ആൻഡ് സ്റ്റഡി ലേണിംഗ്. അതേ പവർഫുൾ ആയിരിക്കുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ബൾക്കായിട്ട് പഠിച്ചാൽ അതെന്താവും? ബൾക്കായിട്ട് ഛർദ്ദിച്ചു പോകും. നമ്മൾ വർഷം 5 നേരത്തെ വർഷം കൂടെ 3 നേരത്തെ വർഷം കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിനുള്ള ഉപയോഗമില്ല. അപ്പൊ എന്താവും? അതിനാണ് അജീർണം എന്ന് പറയുന്നത്. ജീർണിക്കാതെ അവിടെ കിടക്കും. ഛർദ്ദിക്കുകയോ മുകളിലോട്ടോ ഒരാളോട്ട് പോകും. അപ്പൊ അതേപോലെ ബ്രെയിനിനും എന്തുണ്ട്? സിസ്റ്റം ഉണ്ട്. കുറേശ്ശെ കൊടുക്കാവും. എല്ലാം കൂടെ ഒന്നിച്ചായാൽ ബ്രെയിൻ എന്ത് ചെയ്യും? എല്ലാം ഒഴിവാക്കും. കാനയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾ ഈ വാവുൽ കസമിനെ കുറിച്ച് പറഞ്ഞല്ലോ, സത്യം ചെയ്യാനുള്ള വാവ്. അവിടെ പുറത്ത് തക്വീറില് 15 വല്ലയിലി ഇതാ അവിടെ ആ വാവ് കസ്മിന്റെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് വസ്സുബഹി ഇതാ തനഫസ് ഉണ്ട്. അപ്പം ആ വാവ് അത്ഫാണോ? അത്ഫാണ്. വസ്സുബഹി സുബഹിയെ കൊണ്ടും. വല്ലൈലി എന്ന് പറയുന്നിടത്ത് അതിന് മുകളിലോട്ട് കസമിന്റെ സംഭവം ഇല്ല. അതിന്റെ മുകളിൽ കസമിന്റെ തുടർച്ചയല്ല വരും. വല്ലൈലി മുതലാണ് കസം വീണ്ടും വരുന്നത്. വല്ലൈലി. അപ്പൊ രാത്രിയെ കൊണ്ട് സത്യം. വസ്സുബഹി പ്രഭാതത്തെ കൊണ്ടും. മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ സുബഹ് എന്നുള്ളതിന് ജർമ്മ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെ നമ്മൾ അതെല്ലാം അത്ബ് ചെയ്യുമ്പോൾ നേരത്തെ ഉള്ളതിന് അത്ബ് ഏതിനോടാണോ ബന്ധപ്പെടുത്തുന്നത് അതിന്റെ അടയാളം ഇതിന് കൊടുക്കണം. ലൈലിന്റെ അടയാളം ഇവിടെയും കൊടുക്കണം അല്ലേ? ലൈലിന്റെ അടയാളം ഇവിടെയും കൊടുക്കണം. നമ്മൾ ഈ അതേപോലെ നമ്മൾ എന്താ പറയാ, പിന്നെന്താ വന്നാശിതാത്തി. അപ്പം വന്നാശിയാത്തിലെ വാ മാത്രമേ ഖസമിന്റെ വായുള്ളൂ. ബാക്കി തുടർന്ന് വരുന്ന വായെല്ലാം അത്ഫിന്റെ വായ.
അപ്പൊ അടയാളം വരാൻ കാരണം അത്ഫ് ചെയ്യപ്പെട്ടത് ഏതിനോടാണോ അതിനെ ബന്ധപ്പെടുത്തിയത് അതിന്റെ അടയാളം ഇതിലുള്ളൂ. ഞാൻ കരുതിയത് ഈ ജർ ചെയ്യപ്പെടുന്ന എന്റെ മുമ്പ് വരുന്ന വാവ് വന്നത് കൊണ്ടാണ് അവിടെ ജർ ചെയ്യപ്പെട്ടതെന്ന്. അങ്ങനെയല്ല, അല്ല. അങ്ങനെ അതുപോലെ കോമൺ സങ്കല്പമാണത്. കോമൺ സങ്കല്പമാണ്. നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ല, അത് കോമൺ സങ്കല്പമാണ്. ഞങ്ങൾ പഠിക്കാൻ പറയുന്നത് തന്നെ അവര് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പൊ എന്താണ്, അറബികൾക്ക് പോലും ആ സങ്കല്പം ഉണ്ടായിരുന്നു. അറബികൾക്ക് പോലും എന്ത് ചെയ്യും, അങ്ങനെ സങ്കല്പം അവര് മനസ്സിൽ വരും. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഗൈറു എന്നുള്ള വാക്ക് ഇപ്പൊ ഫാത്തിഹയില് അലയും ഗൈരിൽ മൗലൂബി എന്നല്ലേ വരിക, ഗൈരി. അവിടെ ആ ഗൈറിന് എങ്ങനത്തെ കൊണ്ടാ കെസറ വന്ന്? എന്തുകൊണ്ടാണ് കെസറ വന്നത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം കഴിഞ്ഞിട്ട് ഗൈരിൽ മൗലൂബി തന്നെ. അവിടെ സിറാത്ത് അല്ലദീന, സിറാത്തിനെ എന്ത് ചെയ്തു, അല്ലദീനയിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ അല്ലദീനക്ക് എന്ത് അടയാളമുണ്ട്? അവിടെ മബിനിയല്ലേ? അല്ലദീന മബിനിയാണെങ്കിലും അതിന് അടയാളം ഉണ്ട്. അതുകൊണ്ടാണ് ഗ്രാമർ പറയുക, അത് പറയുന്നത് സാങ്കല്പികമായ കെസറ കൊണ്ട് അവിടെ അടയാളം കൊടുക്കണം. മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് അത് കെസറിന്റെ സ്ഥാനത്താണുള്ളത്. അപ്പൊ സിറാത്ത അല്ലദീന ഒരു വിഭാഗത്തിന്റെ പാത. എന്നിട്ട് എന്ത് പറയുന്നു, ആ അല്ലദീനയ്ക്ക് പകരമാണ് ഗൈരി വരുന്നത്. സിറാത്ത അല്ലദീന ഒരു വിഭാഗത്തിന്റെ പാതയാണ് എനിക്ക് കാണിച്ചു തരേണ്ടത്. ഗൈരി അവരുടേതല്ല, ഇനി പറയുന്നവരുടേത് അല്ല. എന്താണ്? അപ്പൊ ആദ്യം പറഞ്ഞ അല്ലദീനയുടെ ബദലായിട്ടാണ് ഗൈരി വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഗൈരീന്നായത്. അതുകൊണ്ടാണ് ഗൈറിന് കെസർ വന്നത്. ഞാൻ ആലിമ്രാനകത്ത് അള്ളാഹ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് 27-ാമത്തെ ആയത്ത് ബി ഗൈരി ഹിസാബ് എന്നുണ്ട്. അതോടെ ബി വന്നതുകൊണ്ട്, കാരണം ഗൈരിന്ന് ബി വന്നതുകൊണ്ട് ഗൈറിന് കെസർ വന്നു. അപ്പം ഇവിടെ എന്തുകൊണ്ടാ വന്നത് ഇങ്ങനെ ആലോചിച്ചൊരു പിടി കിട്ടിയില്ല. ചിലപ്പോ പിടി കിട്ടിയില്ല, കാരണം മുകളിലുള്ള സംഭവം അടയാളം നമ്മള് അടയാളത്തിന് ആ അടയാളത്തിന്റെ സ്ഥാനത്താണ് ഉള്ളതെങ്കിൽ ആ അടയാളത്തിന് ആ സ്ഥാനത്താണ് ഇതും ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടിയാണ് ഗ്രാമർകാരത് പറയുന്നത്. പക്ഷെ എല്ലാ സ്ഥലത്തും നമ്മൾ അത് അങ്ങനെ ഗ്രാമർകാർ പറയുന്ന പോലെ പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതുപോലുള്ള ഉദാഹരണം സംശയം വരുമ്പോൾ സംശയം പറഞ്ഞു കൊടുത്താൽ വേറെ. അതുപോലെ നമ്മള് ജർ ചെയ്യപ്പെട്ട ഒരു വാക്കുകൾ പഠിച്ചപ്പം ഇതാണ് മുള്ളു എന്നൊരു സംഭവം ഇല്ലേ, മുള്ളു. അപ്പൊ മുതു, മുൻതു, റുബ, വാവ് റുബ, ഇത് സംഭവം നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രമേ പഠിച്ചുള്ളൂ. അന്ന് പറഞ്ഞായിരുന്നു 19 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഈ പറഞ്ഞതെല്ലാം മൈക്രോസോഫ്റ്റ് വേൾഡ് ചെക്ക് ചെയ്യും. ഫൈൻഡ് മുതു അടിച്ചു നോക്കിയാല് മുതു ഇല്ല ഖുറാനില്. മുൻതു ഉണ്ടെങ്കിലും എന്താണ്, റയറാണ്. അപ്പൊ നമ്മൾ അത് മാത്രം അത് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് വേറെ ഒരു ലാംഗ്വേജിൽ അങ്ങനെ ചെയ്യുന്നില്ല. അതായത് റയറായിട്ടുള്ള യൂസേജ് ഒരു ലാംഗ്വേജിലും പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മളെണ്ണം 19 എണ്ണം വേണ്ടി പഠിച്ചിട്ടുണ്ട്. 19 എണ്ണം വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം അല്ല വാമിൽ മിഅത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ല വാമിൽ മിഅത്തിന് 100 എണ്ണം 100 ടൂളുകളെ പഠിക്കാനുണ്ട്. ഇതിൽ അതിലുള്ള ഓരോ ടൂളുകളും പഠിക്കും. കാന ബാത്ത സാറ അംസ അലൈ സലൽ മദാമാറ്റ് സുമാലി ഇന്നാമിൻ അമൽ അസ്ബഹ അംസ പത്ത് നമ്മൾ ഇങ്ങനെ പോകും, കുറച്ച് കഴിഞ്ഞാൽ പോകും. നമ്മൾ പഠിച്ചില്ല, നമ്മൾ 8, 3, 11 പഠിച്ചോളൂ. 8, 3, 11 പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 11 എണ്ണത്തിൽ മഅ ഈ ഹർഫ് ജറിന്റെ കൂടെ വരുന്നതല്ല, മഅ വേറെയാണ്. പക്ഷെ മഅ വന്നാലും കെസർ വരുമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ അതിന്റെ കൂടെ കൂട്ടുക. അപ്പൊ 11 എണ്ണത്തിൽ 10 എണ്ണം നമ്മൾ പഠിക്കുന്നത്. 19 10 എണ്ണേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഏതാണ് ആയത്ത് നിങ്ങൾ വായിച്ചത് പറഞ്ഞത്? അതല്ല ഈ മുതു മുൻതു ഒക്കെ പറഞ്ഞത്. ഇല്ല, മുന്നുവിന്റെ ഞാനത് എഴുതി വെച്ചില്ല. മുന്നു പിന്നെ ഈ കബല ബാധ ഫൗക വറ തഹ്ത എന്തൊക്കെ ഉള്ള കൂട്ടത്തില് മുന്നു
കിട്ടിയതാണ്. അത് ഞങ്ങൾക്ക് നാളെ അല്ല, മുൻതു അതിന്റെ കൂടെ ഉള്ളതല്ല, മുമ്പ് അതിന്റെ കൂടെ ഉള്ളതല്ല. അല്ല, അത് ഹർഫ് ജറാണെന്ന്. മുൻതു ഹർഫ് ജറാണ്, അത് അതുകൊണ്ട് അതിന്റെ കൂടെ പറ്റിയില്ല. മാത്രമല്ല നമ്മൾ തന്നിരിക്കുന്ന എല്ലാം മോസ്റ്റ് കോമൺലി ഒക്കെ ഒരു സംഭവങ്ങളാണ് തന്നത്. മുന്തുവാണോ നിങ്ങൾ കണ്ടത്? മുന്തുവാണോ കണ്ടത് നിങ്ങൾ? അതാ വേണേ ഒരു സെന്റൻസ് ഉദാഹരണമായിട്ട് പറയാം. ഖുർആനകത്തുള്ളത് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. മാ റഅയ്തുഹു മുൻദു യൗമി സബ്തി. നിങ്ങൾ സാങ്കല്പികമായിട്ട് പറയാം. നമ്മൾ ഖുറാനിലെ ഉദാഹരണം, ഖുറാനിലെ ഉദാഹരണം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പഠിക്കേണ്ട കാര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, ഞാനത് കണ്ടുപിടിക്കാം ഇൻഷാ അല്ലാഹ്. മുന്തുവിനാണ് ഉദാഹരണം നോക്കിയത് നിങ്ങൾ? നമുക്ക് നോക്കാം, ചാറ്റ് ജിപിടി ചോദിച്ചു നോക്കാം. ഒരു ഒറ്റയടി കിട്ടിയില്ല. അത് മുൻതു, മുൻതരീൻ, മുൻതറൂൻ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. അല്ലാണ്ട് വെറും മുൻതു എന്ന് കാണാനില്ല. അല്ല, നിങ്ങൾ എവിടെ കണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. മുൻതരീൻ, മുൻതറൂൻ അങ്ങനെ അത് വേറെ, അത് വേറെ ഫീൽഡാണല്ലോ. അത് വേറെ വാക്കല്ലേ? അത് വേറെ വാക്ക്. ഇത് നെതറാട. വേറെ വാക്കാ നെതറാട. ഏത്? അൻതറയാണ് പറഞ്ഞത്. അന്തറയാണ്. അതെ. മുൻതു അതിലില്ലെന്നാണ് ചാറ്റ് ജിപിടി പറയുന്നത് കേട്ടാ. കലിമത്ത് ലം മുൻതു ലം തരിദിൽ ലഫ്ളൻ ഫിൽ ഖുർആനിൽ കരീം ലാക്കിൻ മാനാഹ മൗജൂദൻ. അതൊക്കെ അവരിങ്ങനെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ അത് ആ വാക്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയണം അതിന്റെ അർത്ഥത്തിലുള്ള വേറെ വാക്കുണ്ടോ? മുൻതു കലിമത്തിൻ അറബിയത്തിൻ ഫസീഹത്തിൻ ലാക്കിന്നഹാ ഗൈറു മദ്കൂറത്തിൻ നസ്സൻ ഫിൽ ഖുർആനി. ഖുർആനിൽ അങ്ങനെ ഒരു വാക്കായിട്ട് അത് വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഖുർആനിൽ വന്നിട്ടില്ല എന്നൊക്കെ വിശദീകരിച്ചാണെന്നൊക്കെയാണ് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ കാനിയിൽ മാത്രം പരിമിതപ്പെടുത്തിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്ലോ ആൻഡ് സ്റ്റഡി ലേണിംഗ്, അതാണ്. എല്ലാവരും നമ്മൾ ബൾക്കായിട്ട് തരുമല്ല വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ കാനയുടെ പറഞ്ഞ് കാന വന്നിട്ടുള്ളതൊക്കെ, കാനയും കാനത്തും വന്നിട്ടുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഇനി കാനയുടെ രൂപഭേദം വരുന്നത്, മറ്റ് രൂപങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പോയേക്കാ. ഇങ്ങനെയുണ്ട് കാന? അല്ല, കാന എങ്ങനെയുണ്ടെന്ന്, കാന പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? കാന ലമ്മത്ത് വരുന്നത് മനസ്സിലായി. കാനയ്ക്ക് ശേഷം വരുന്ന നാമത്തിനും ലമ്മത്തും അതിന്റെ രണ്ടാം ഭാഗത്തിന് ഫതഹത്തുമാണ് വരിക. കാനല്ലാഹു ഗഫൂറൻ, കാനല്ലാഹു സമീഅൻ. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കണം. കാനല്ലാഹു ഗഫൂറൻ,
എന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കണം. മൂസക്കുട്ടി സാഹിബ് എന്താണ് കാന പഠിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള്? മനസ്സിലാവുന്നുണ്ട്, കുറച്ച് മനസ്സിലാവുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പൊ കാന വരുന്ന എവിടെയൊക്കെയാണെന്ന് നോക്കണേ. ഇൻഷാ അല്ലാഹ് നോക്കാം. റെഡ്മി A3 മൻ ഹുവ ഔ മൻ ഹിയ? റെഡ്മി ആരാ? റെഡ്മി എന്ന് പറഞ്ഞ ഒരാൾ പേര് കൊടുത്തിട്ടുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചു. നിങ്ങളടുത്തല്ല, മൂസക്കുട്ടിയോടല്ല ചോദിച്ചത്. റെഡ്മി എന്നാരെ പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ പേര് നോക്കിയാണ്, അത് മിണ്ടാത്തവരെ വാ തുറക്കാത്തവരുടെയൊക്കെ നോക്കിയാണ് വിളിച്ച് നോക്കുക. തക്കൂനു കുന്തൂസൊക്കെ ഉള്ളത് കാനയുടെ രൂപഭേദങ്ങളല്ലേ? തെക്കൂനു. അതെ, കാനയുടെ യക്കൂനു തക്കൂനു. അതെ. അവിടെ 23-ാമത്തെ ആയത്തില് ഇല്ലം തക്കൂനു ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും. അവിടെ തക്കൂനുനകത്ത് പിന്നെ ഇസ്മു കാന എന്ന് പറയുന്നത് അന്തയാണോ? തക്കൂനു അതോ ഹിയാണോ? തക്കൂനു ഇല്ലം തക്കൂനു നീട്ടില്ലേ അവിടെ? തക്കൂനു എന്ന് നീട്ടില്ലേ? അപ്പൊ അന്തു സംശയം എന്താ? അതുപോലെ കുന്തു 73-ാമത്തെ ആയത്തില് യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമ. അവിടെ കുന്തുവിനകത്ത് ഞാൻ അനയാണല്ലേ? അന. അത് കഴിഞ്ഞ് മഅഹും ഫഅഫൂസ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ ഞാൻ പറഞ്ഞ വിഷയമുണ്ട്. അതായത് അവിടെ ഇസ്മും ഖബറും അടയാളപ്പെടുത്തേണ്ടതായി നമുക്ക് കാണുന്നില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹ് ഖുർആൻ ഇറക്കിയത് ലളിതമായ അറബി. അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ അവിടെ. അല്ല, അടയാളം പ്രസക്തമല്ല. അവിടെ ഒന്നും നമുക്ക് അടയാളപ്പെടുത്തേണ്ട നാമങ്ങളില്ല, അടയാളങ്ങളില്ല. അല്ലെങ്കിൽ അതെല്ലാം എന്താണ്? സർവ്വനാമങ്ങളുടെ അകത്ത് ഒരിക്കുന്ന സർവ്വനാമങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോയിന്റ് വ്യക്തമാവുകയാണ്. കാരണം അടയാളങ്ങൾ നോക്കേണ്ടതില്ലാത്ത വിധം എന്താണ്? വളരെ റെയറായിട്ട് മാത്രമേ ഈ അടയാളങ്ങൾ വെളിവായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? അടയാളങ്ങൾ പ്രസക്തമല്ലാത്ത വിധം ലളിതമായ രീതിയിലുള്ള ലളിതമായ അറബി ഭാഷയിലാണ് അള്ളാഹ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും പറയും. ഇതിപ്പോ ഈ കുന്തും ഖാനും ഒക്കെ വന്നപ്പം അവിടെ എന്താണ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതെങ്ങനെയാ ഖബർഖാനയുടെ അത് മർഫുവാണോന്ന് പറയുന്നല്ലോ. അപ്പൊ അവിടെ ആ ഒരു സെന്റൻസ് ഫുള്ളായിട്ട് മർഫുവിന്റെ അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക അല്ലേ? അത്രയും ചിന്തിക്കേണ്ടതില്ല. ഗ്രാമറിന് വേണ്ടി ഗ്രാമർ പഠിക്കേണ്ടതില്ല എന്നാ പറയുന്നത് ഞാൻ ഇപ്പോ. അതായത് നമ്മളിപ്പോ എന്താ വേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു. ഫാസ്റ്റ് ലേണിംഗ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പോയിട്ട്. അപ്പൊ അതിൽ പ്രത്യേകം പറയുന്ന ഒരു പോയിന്റ് ഇതാണ്: നമ്മൾ ലേണിംഗിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ലോ ആൻഡ് സ്റ്റഡി ലേണിംഗ്. നമ്മൾ സാധാരണ പഠിക്കേണ്ടത്. അപ്പൊ എന്താ വേണ്ടത്? ആദ്യം പഠിക്കേണ്ട കാര്യം ആദ്യം പഠിച്ച് ഉറപ്പിച്ച് കൺഫേം ചെയ്യുക. പിന്നീടാണ് ബാക്കി കാര്യം എന്താണ്? നമ്മൾ അടയാളം അവിടെ ഉണ്ടായിരുന്നോ, പ്രസക്തമാണോ, മറിഞ്ഞിരിക്കുകയാണോ, അപ്പൊ ആ സ്ഥാനത്താണോ നമ്മളിപ്പോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യം. നമുക്ക് കാരണം മറിഞ്ഞിരിക്കും സർവനാമം എന്നോടുകൂടി പിന്നെ അതിന്റെ ലമ്മത്തുവരുടെ നാമം നമ്മൾ നോക്കുന്നില്ല. പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് ജുംല ഫീലിംഗ് ആയതോടുകൂടി അത് കാനുമായി ബന്ധപ്പെട്ട വിഷയമേ ഇല്ല അവിടെ. അപ്പൊ നമ്മൾ അതിന്റെ സ്ഥാനത്താണ് നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ സെന്റൻസ് അതുമായിട്ട് പ്രസക്തമാകുന്നത് ശരിയായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ മുമ്പ് കുറെ ഫോർമൽ ഗ്രാമർ പഠിച്ചിരിക്കുന്നു, അതാ പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രശ്നം. എനിക്ക് രണ്ടും കൂടെ അങ്ങോട്ട് ഒന്ന് അതാണ് പ്രശ്നം. പറ്റുന്നില്ല. അങ്ങനെ കണക്ട് ആക്കാൻ നോക്കരുത്. ഞാനിപ്പോ പഠിപ്പിക്കുന്നത് നമ്മളിപ്പോ എന്താ പറയാ, പ്രൈമറി ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറബി ഭാഷ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കുന്ന, പ്രൈമറി മീൻസ് ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന ഗ്രാമറില്ലേ അറബി ഭാഷ. ഇപ്പം നമ്മളെ ഈജിപ്തിലോ സൗദി അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് സെക്കൻഡറി സ്കൂളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നു. കാരണം അവർക്ക് അത് പഠിപ്പിക്കണം. കാരണം അവര് ഭാഷ ഉപയോഗിക്കുന്ന ഭാഷ സ്ഫുടമാക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെയും എന്റെ കൂടെ പഠിച്ച കുറെ ആൾക്കാരുണ്ട്. നെഹ്ൽവാദി ഞാനും ഈജിപ്തുകാരും സൗദികളുമാണ് ഒരുമിച്ച് പഠിച്ചത്. ഞാൻ മാത്രമേ ഇന്ത്യക്കാരനുള്ളൂ. നെഹ്ൽവാദിയാണ് പഠിക്കുന്നത്. നെഹ്ൽവാദി എന്ന് പറഞ്ഞാൽ അവരെ ഈജിപ്തിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ മിനിസ്റ്റർ തയ്യാറാക്കിയാണ്. അപ്പൊ ആ ഗ്രാമറിൽ
ഞാൻ പറഞ്ഞ പോയിന്റിനോട് എന്റെ സതീർത്ഥരായ ഈജിപ്തുകാർക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഷേഖിനെടുത്ത് വെച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഷേഖ് ഞാൻ പറഞ്ഞ പോലെയാണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഖുർആൻ പഠിച്ചിരിക്കുന്നത് നമുക്ക് ഗ്രാമർ അറിയാം. ഗ്രാമർ നെഹ്റു വാദി 6 വാദി ഇത് പഠിച്ചിട്ടാ പോകുന്നത്. നമ്മുടെ ഡിഗ്രിക്ക് ഗ്രാജുവേഷന് നെഹ്റു വാദി 6 ഭാഗം പഠിച്ചിട്ടാ പോകുന്നത്. അവിടെ നമ്മൾ 1ാം 2ാം ഭാഗം 3ാം ഭാഗം പഠിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഡിസ്കഷൻ. എന്റെ കൂടെ വേറെ ആരും അനർബികളില്ലായിരുന്നു. അപ്പൊ അവര് പഠിപ്പിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഗ്രാജുവൽ ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങനെ തന്നെ നിൽക്കുക. കാരണം നമ്മൾ സുവ്യക്തമാകുന്ന അടയാളം എന്തൊക്കെയാണ് അത് നോക്കുക. വ്യക്തമാകുന്ന അടയാളം എന്തൊക്കെയാണ് അത് നോക്കുക. നമ്മൾ മുമ്പേ പഠിച്ച് കുറെ അധികം പഠിച്ചു വെച്ചുകൊണ്ട് എന്താണ് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല മുൻപ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുൻപ് നിങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു, അത് എവിടെ നിന്നാ കിട്ടിയെന്നുള്ളത് ആ ഉദാഹരണം കണ്ടെത്തണം എനിക്ക്. ആ നോക്കാം ഉണ്ടോന്ന്. അല്ല അത് നോക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിട്. ചാറ്റ് ജിപിടി പറഞ്ഞ് നമ്മൾ ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കുന്നത് വേർഡിലാണ്. അല്ല, ഒരു സൂറ ആപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു വേർഡിൽ തട്ട് നോക്കിയാൽ അതിന്റെ റാബും തസ്രീഫും എല്ലാം കാണിച്ചു തരും. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരെല്ലാം എന്താണ് ബിഗിനേഴ്സ് ആണ്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരെല്ലാം ബിഗിനേഴ്സ് ആണ്. ഒരു ആപ്ലിക്കേഷനും എന്തല്ല പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് അല്ല. ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ടൂളുകൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ 2007 ഞാൻ എന്ത് ചെയ്യാണ്, അണ്ടർസ്റ്റാൻഡ് ഖുർആനുമായി ഞാൻ പുറത്തിറങ്ങിയാണ്. അതിന് മുമ്പാണ് ഞാൻ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അദ്ദേഹമായ കീഴിൽ പഠിക്കുന്നത്, ഡോക്ടർ അബ്ദുൽ അസീസ് അബ്ദുറഹീമിന്റെ കീഴിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ ഏതെല്ലാം ടൂൾ വെച്ചിട്ടാണ് പഠിച്ചെന്ന് ഞാൻ അതിന്റെ ആ ടൂളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിട്ട് ആ ടൂൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയാണ്. അതിന്റെ ഒറിജിനൽ സാധനം കിട്ടാത്ത ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു കോപ്പി അദ്ദേഹം എനിക്ക് തരുന്ന PDF. പക്ഷെ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടൂളുകൾ അന്വേഷിച്ചു. അപ്പൊ എവിടെ ചെന്നാലും അതിൽ ഡിഫക്റ്റ് കാണാം. ആ തന്നിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ എന്തുണ്ട്, ഡിഫക്റ്റ് ഉണ്ട്. പിന്നെ അതുമായി ഗവേഷണം നടത്തിയ കുറെ ഗവേഷകന്മാരുടെ ടൂളുകളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തു. എല്ലാത്തിലും ഒരു മിസ്റ്റേക്കെങ്കിലും കണ്ടെത്താത്ത ഒരു ടൂളുകളും ഇല്ല. അപ്പൊ നമ്മൾ ചാറ്റ് ജിപിടി വന്നപ്പോൾ മിസ്റ്റേക്കിന്റെ കേദാരമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമുക്ക് ചാറ്റ് ജിപിടി അവലംബിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് വളച്ചും തിരിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല നമ്മുടെ ടെൻഡൻസി ഉണ്ട്, നമ്മുടെ ടെൻഡൻസിക്ക് അനുസരിച്ച് കുറെ ന്യായീകരിക്കാനൊക്കെ ഉണ്ട്. ന്യായീകരണത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഞാൻ ട്രെയിൻ നടത്തിയിരിക്കുന്ന ഫുള്ള് അതിന്റെ ഇതൊന്നും സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നതിന് മുമ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. പക്ഷെ അത് ഉപയോഗിക്കാൻ വേണ്ടി ഒരുപാട് ടൂളുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. corpus.com ഉണ്ട്. corpus.com Quran.corpus.com എന്ന്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്ക് കാണാൻ പറ്റും. അത് corpus.com ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ഈ എന്താ പറയാ ഇസ്രായേലികളോ അല്ലെങ്കിൽ എന്താ പറയാ ഓറിയന്റലിസ്റ്റുകളോ ചെയ്തായിരിക്കും വിചാരിച്ചു. അപ്പൊ അത് ചെയ്തിരിക്കുന്നത് സൗദി സ്വദേശിയും അമേരിക്കൻ സെറ്റിൽഡുമായ ഒരാളുടെ മകനാണ്. അപ്പൊ അയാൾക്ക് അറബി ഭാഷയും അറിയാം ഇംഗ്ലീഷും അറിയാം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും എന്തുണ്ട്, മിസ്റ്റേക്കുകളുണ്ട്. അതാണ് ഏറ്റവും റിലയബിൾ ആയിട്ട് നിലവിലുള്ളത്. ഒരു ടൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിന് വരുന്ന ഒരു സംഭവം വേറെ എവിടെയും കാണാൻ പറ്റില്ല. ബാക്കി എല്ലാം എന്താണ്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ ചിലപ്പം ഒരുപാട് മിസ്റ്റേക്ക് കാണാൻ പറ്റും. അതൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ പേരെന്തായിരുന്നു? ബുഷ്റ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ അതിൽ എന്തെങ്കിലും മനസ്സിലാകാത്ത സംഭവം ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും ഗ്രാമർ വിശദീകരണം ആവശ്യമുള്ളതായിട്ടുള്ള ഗ്രാമർ ഖുർആനിലുണ്ടോ, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പൊ ഞാൻ എന്താ പറയാ നെഹൽവാദി എന്ന് പറയുന്ന ഗ്രാമർ പുസ്തകം എടുത്തു വെച്ചിട്ട് അതിലെ ഓരോ ഗ്രാമർ നിയമങ്ങളും ഖുർആനിൽ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പൊ കാനയും സഹോദരിമാരും പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ചെയ്തു, കാന എത്ര പ്രാവശ്യം ഖുർആൻ വന്നിട്ടുണ്ട്? നമുക്കറിയാം 1000-ലധികം പ്രാവശ്യം കാനയുടെ രൂപഭേദങ്ങൾ, 1700 പ്രാവശ്യം.
അപ്പൊ പിന്നെ അടുത്ത കാനയുടെ അടുത്ത സഹോദരി. ഓരോ സഹോദരി എടുത്തിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഖുർആൻ വന്നിട്ടുണ്ട് നമ്മൾക്ക് അത് അതിലേക്ക് വരും. ഓരോ കാനയുടെ ഓരോ സഹോദരിയും എത്ര പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഇതിലാണ് സ്റ്റഡി ചെയ്യുന്നത്. എന്നിട്ടാണ് ഞാൻ പഠിപ്പിക്കാവുന്നത്. അപ്പൊ നെഹ്റുവാദി പറയുന്ന ഒരു ഗ്രാമർ പോയിന്റ് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിന് എത്ര പ്രസക്തി ഉണ്ടെന്ന് നോക്കിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ കാനയുടെ സഹോദരി പറയുമ്പോൾ കാനയുടെ രൂപഭേദങ്ങളല്ലല്ലോ ഉദ്ദേശിക്കുന്നതാണോ? കാന അഖവാത്തുക നിങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു. അത് അതിനകത്ത് ലൈസയൊക്കെ വരുന്നുണ്ടല്ലോ, അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, ലൈസ് നമ്മൾ ഗ്രാമർ പഠിക്കാതെ തന്നെ ലൈസ് മനസ്സിലാവും. കേൾക്കുന്നില്ല. ഗ്രാമർ പഠിക്കാതെ തന്നെ ലൈസ മനസ്സിലാവും. ലൈസയുടെ ഇസ്മുൽ ഖബറും നമുക്ക് നോക്കാതെ തന്നെ ഖുർആൻ വന്നിരിക്കുന്ന എല്ലാ സംഭവവും നമുക്ക് മനസ്സിലാവും. ലൈസ അതൊക്കെ പഠിക്കും, ഉദാഹരണത്തിലൂടെ വരും നമുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞത് കാനയുടെ രൂപഭേദങ്ങൾ വന്നിടത്ത് ഗ്രാമർ വിശദീകരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ഭാഷ നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. നമ്മെ ഈ വേദിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.